വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളനാട് ശശികല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിൽ നിരന്തരം ട്രോളുകളും വിവാദങ്ങളും തന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പുതിയ ഒരു വിവാദം എന്ന് വെച്ചാൽ തന്റെ സെക്രട്ടറിനെ അദ്ദേഹം ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക. അത് മാത്രമല്ല, സെക്രട്ടറി പോകാനുള്ള ഔദ്യോഗിക വാഹനം എടുക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ കുറുകെ വണ്ടി കൊണ്ടിടുക, അതിന്റെ താക്കോൽ ഊരിയെടുക്കുക, പിന്നെ അതിന്റെ എയർ ഊരിക്കളയുക, അങ്ങനെയുള്ള നിരവധി വിവാദങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മേലിൽ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. ലഭ്യമായിട്ടുണ്ട്. ഇനി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സിന്ധു നിർത്തുന്നത് തന്നെ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, തന്നെ ഈ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടി പല കളികളും കളിക്കുന്നു, തന്റെ കൂടെ നിൽക്കുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്നു, ഒപ്പം തന്നെ തന്റെ ഡ്രൈവറെ, തനിക്കുള്ള ഡ്രൈവർ ഉണ്ടായിരുന്നതാണ്, ഡെയിലി വേജസ് ജീവനക്കാരനെ ഡ്രൈവറെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. അങ്ങനെ തനിക്ക് വാഹനമില്ലാത്ത അവസ്ഥയായി. തനിക്ക് അപ്പോ ഈ അദ്ദേഹത്തോട് പറയാനുള്ളത്, നമ്മുടെ CPM വലിയൊരു പെരുമാറ്റച്ചട്ടം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് മറ്റുള്ളവരോട് ബഹുമാനിക്കുക, അവരോട് തർക്കിക്കരുത്, അവർ പറയാനുള്ളതെല്ലാം ക്ഷമയോടെ കേൾക്കുക. അപ്പൊ അങ്ങനെയുള്ളൊരു നീണ്ട പെരുമാറ്റച്ചട്ടം ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് അവർ പുറത്ത് വിട്ടിരിക്കുമ്പോൾ അണ്ണൻ ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രവുമല്ല, ഈ വെള്ളനാട് ശശിയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടുകാരനോട് തന്നെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തെ കുറിച്ച് നിരന്തരം വിവാദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ സത്യമാണോ എന്ന്. അപ്പൊ അവരുടെ നാട്ടുകാരൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്റെ ജാതി പറഞ്ഞുള്ള അധിക്ഷേപം സ്ഥിരം ഒരു കലാപരിപാടിയാണ്. അത് മാത്രവുമല്ല, മുമ്പ് ഒരിക്കൽ ഒരു കുട്ടിയെ മർദ്ദിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കാത്തതുകൊണ്ട് ഒരു ശിലാഫലകം അടിച്ചു പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പക്ഷെ ഇയാൾ ഇത്രയും നിരന്തരം തെറ്റുകൾ ചെയ്താലും പിന്നെയും ഇയാള് ഈ പാർട്ടിയിൽ തന്നെയാണ് ഉള്ളത്. കാരണം എന്ന് വെച്ചാല് ഇവർ എന്തൊക്കെ തെറ്റ് ചെയ്താലും പാർട്ടി ഇവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലെയുള്ള ആൾക്കാരെ വീണ്ടും പല തെറ്റുകളിലേക്ക് മറ്റുള്ളവരോട് പല റാഷായിട്ടുള്ള പെരുമാറ്റമൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ.